ഇത് ഊത്തപ്പമാണ് കേട്ടോ. ഇതിന് ഇഡലി മാവ് ഈ ലൂസിലെടുക്കുക. എന്നിട്ട് ഇഡലി മാവ് ഒരു തവി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഞാനിട്ടത് കോവയ്ക്ക, പിന്നെ കുറച്ച് തക്കാളി ഇട്ടു. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം അങ്ങനെ കുക്ക് ചെയ്തു. പിന്നെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെയും തിരിച്ചിട്ടിട്ടു വീണ്ടും 1 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്തു. അപ്പോഴാണ് പാകത്തിന് വെന്ത് കിട്ടിയത്. ഫ്ലെയിം സൂക്ഷിക്കണം, കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ടു മീഡിയം ആ ഫ്ലെയിം മതി. അല്ലെങ്കിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോവും, പക്ഷേ ഉള്ളു വേവില്ല, അങ്ങനെയാവും. ഇത് വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇടാം, ക്യാരറ്റ് ഇടാം, സ്പ്രിംഗ് ഓണിയൻ ഇടാം, എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിടാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഇടാൻ പറ്റും. കുട്ടികൾക്ക് ഇത് കൊടുത്താൽ നല്ലതാണ്. അവർക്ക് സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്താൽ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും. അങ്ങനെ ഇത് വെള്ള ചട്നി കൂട്ടി കഴിക്കുക. അപ്പോൾ